السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഷുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന മഹത്തായ ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നമ്മൾ പൂർത്തീകരിച്ചു. നിസ്കാരത്തിലെ റുക്നുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നിസ്കാരത്തിൻ്റെ റുക്നുകൾ 14 എണ്ണമാകുന്നു. ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് നിസ്കാരത്തിൻ്റെ റുക്നുകൾ ഒന്ന് പറയാം. 14 റുക്നുകളിൽ ഒന്നാമത്തേത് അൽ ഖിയാമു മഅൽ ഖുദ്റത്തി, കഴിവുള്ളവർ നിൽക്കൽ. 2 തക്ബീറത്തുൽ ഇഹ്റാം. 3 ഖിറാഅത്തു സൂറത്തുൽ ഫാത്തിഹ. 4 അർ റുകൂഅ്. 5 വറഫഉ മിൻഹു അഥവാ ഇഅ്തിദാൽ. 6 അസ്സുജൂദു അലൽ അഅ്ളാഇ സബ്അതി, 7 അവയവങ്ങളിലായി സുജൂദ് നിർവഹിക്കൽ. 7 അൽ ഇഅ്തിദാലു മിൻഹു, സുജൂദിൽ നിന്ന് ഉയർന്ന് നേരെ ഇരിക്കൽ. 8 വൽ ജൽസതു ബൈന സജ്ദതൈൻ, 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. 9 അത്തുമഅനീനതു ഫി ജമീഇൽ അഫ്ആൽ, എല്ലാ പ്രവർത്തികളിലും എല്ലാ റുക്നുകളിലും അടക്കമുണ്ടായിരിക്കുക, തുമഅനീനത്ത് പാലിക്കുക. 10 അത്തർതീബു ബൈനൽ അർക്കാൻ, റുക്നുകൾക്കിടയിൽ തർത്തീബ് പാലിക്കുക അഥവാ വഴിക്ക് വഴിയായി ഓരോന്നും ചെയ്യുക. ഈ 10 കാര്യങ്ങളാണ് അൽഹംദുലില്ലാ നമ്മൾ പൂർത്തീകരിച്ചത്. അതിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സഹോദരങ്ങളെ, അതിനിടയിൽ കഴിഞ്ഞ ദർസിൽ വൽ ജൽസതു ബൈന സജ്ദതൈൻ എന്ന ഭാഗത്ത് 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ പറയാൻ വിട്ടുപോയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 2 സുജൂദുകൾക്കിടയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി, അല്ലാഹുവേ എൻ്റെ റബ്ബേ എനിക്ക് നീ പുറത്തു നൽകണേ, എനിക്ക് നീ പുറത്തു നൽകണേ. 2 തവണ റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി എന്ന് ഒരു റിവായത്ത് കാണാം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിൽ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു നൽകണേ, വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണേ, വജുബുർനി, എൻ്റെ പ്രയാസങ്ങൾ നീക്കി എനിക്ക് ശക്തി പകരണേ, വർസുഖ്നി, എനിക്ക് നീ ഉപജീവനം നൽകണേ, വർഫഅനി, എൻ്റെ പദവികൾ നീ ഉയർത്തണേ. ഇതിൽ തന്നെ വ്യത്യസ്ത വാചകങ്ങൾ വന്നതായി നമുക്ക് കാണാം. വഹ്ദിനി വആഫിനി എന്നെല്ലാമുള്ള റിവായത്തുകൾ വന്നിട്ടുണ്ട്. വ്യത്യസ്ത റിവായത്തുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. ഇതിലേത് ചൊല്ലിയാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ട വാക്കുകളാണ് എന്ന് ചുരുക്കം. ഇനി സഹോദരങ്ങളെ, കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ആമുഖമായി സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ ദർസിൽ 11ാമത്തെ റുക്നായി നമ്മൾ പറഞ്ഞു അത്തശഹുദുൽ അഖീർ. അത്തശഹുദുൽ അഖീറു അഥവാ അവസാനത്തെ തശഹുദ്. അവസാനത്തെ തശഹുദ് എന്ന് പറഞ്ഞാൽ 2 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ 2ാമത്തെ റക്അത്തിലുള്ള തശഹുദ്, 3ഉം 4ഉം റക്അത്തുകൾ ഉള്ള നിസ്കാരമാണെങ്കിൽ 3ാമത്തെ റക്അത്തിൽ, അതുപോലെ 4ാമത്തെ റക്അത്തിൽ ഉള്ള തശഹുദ്, അത് റുക്നാണ്. അത് വിശദമായി നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ ഇരുത്തത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. 2 രൂപത്തിലുള്ള ഇരുത്തമാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഇഫ്തിറാഷിൻ്റെ ഇരുത്തവും തവർറുക്കിൻ്റെ ഇരുത്തവും. അതല്ലാത്ത ഒരു ഇരുത്തം 2 സുജൂദുകൾക്കിടയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നതായി നമുക്ക് കാണാം. 2 സുജൂദുകൾക്കിടയിൽ ഇഖ്ആഇന്റെ ഇരുത്തം എന്നാണ് അതിനു പറയുക. ഇഖ്ആഇന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ 2 കാലുകളുടെ മടമ്പുകൾക്ക് മുകളിൽ ഇരിക്കുക എന്നതാണ് ഇഖ്ആഇന്റെ ഇരുത്തം. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് താബിഈങ്ങളിൽപ്പെട്ട ചില ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഹിയ സുന്നതു, അത് സുന്നത്താണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു, ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് മോശമായ അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വീണ്ടും തിരിച്ചു പറഞ്ഞു, ഹിയ സുന്നതു നബിയിക സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നിന്റെ പ്രവാചകന്റെ സുന്നത്താണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ഇരുത്തം ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിന്റെ സന്ദർഭത്തിൽ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ ഒരു അപരിചിതാവസ്ഥ വരേണ്ടതില്ല, മറിച്ച് അത് സുന്നത്താണ് എന്ന് ചുരുക്കം. അതുപോലെ തന്നെ കഴിഞ്ഞ ദർസിന്റെ ശേഷം ഒരു സഹോദരൻ ചോദിച്ചതാണ്, അവസാനത്തെ തശഹൂദിൽ നമ്മൾ പറഞ്ഞു തവറുക്കിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. തവറുക്കിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ വലതുകാൽ നാട്ടിവെച്ച് ഇടത്തേക്കാൽ അതിന്റെ ഉള്ളിൽ കൂടി പുറത്തേക്കെടുത്ത് ഇരുത്തം നിലത്തുറപ്പിക്കുക, അതാണ് തവറുക്കിന്റെ ഇരുത്തം. ആ ഇരുത്തം ഒരാൾ ഇരിക്കാതിരുന്നാൽ അവസാനത്തെ തശഹൂദിൽ അങ്ങനെ ഒരാൾ ഇരുന്നില്ല എന്ന് വിചാരിക്കുക, അയാൾക്ക് ഇരിക്കാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക, അയാളുടെ നിസ്കാരത്തിന് വല്ല പ്രശ്നവുമുണ്ടോ? പണ്ഡിതന്മാർ ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് തവറുക്കിന്റെ ഇരുത്തം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവിടുത്തെ സുന്നത്താണ്. അഥവാ അത് നമ്മൾ പാലിക്കണം, നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ അത് ചെയ്യണം. എന്നാൽ സഫുകൾക്കിടയിൽ വിടവ് കുറവാണ്, നമ്മൾ അങ്ങനെ ഇരുന്നാൽ അടുത്തുള്ള ആളുകൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രയാസമുണ്ടാകും എങ്കിൽ അങ്ങനെ ഇരിക്കരുത്. കാരണം ഒരു സുന്നത്ത് നടപ്പിലാക്കാൻ ഒരു തെറ്റ് നമ്മൾ ചെയ്യരുത്. സഹോദരങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ അവരുടെ മേത്തേക്ക് ചാരി നിന്ന് അങ്ങനെ അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ആ സുന്നത്ത് നടപ്പിലാക്കേണ്ടതില്ല. ഇത് എപ്പോഴാണ്? സഫിൽ തിരക്കുണ്ടാകുമ്പോൾ ഇരിക്കാൻ സാധിക്കാതെ വന്നാലാണ്. ഈ സുന്നത്തിനെ ഒരിക്കലും വില കുറച്ച് കാണുന്നതല്ല, മറിച്ച് പല ആളുകളും ഇരിക്കാൻ സ്ഥലമില്ലെങ്കിലും മറ്റവന്റെ കാലിലേക്ക് ചെന്ന് ഇരിക്കുന്നതായി കാണാം. അങ്ങനെ ഇരുന്ന് അടുത്തുള്ള ആളുകളുടെ നിസ്കാരം കൂടി ഫസാദാക്കരുത്. നിസ്കാരം കഴിയുന്നത് വരെ പിന്നെ ഈ ഇരുന്നവനെ കുറിച്ചിട്ടുള്ള മോശമായ വിചാരമായിരിക്കും. ഒരെന്തിരുത്താണ് ഇരുന്നത്, നോക്കണ്ടേ, ഇപ്പുറത്ത് ആളില്ലേ, കാല് വേദനിക്കുന്നില്ലേ. ചില സന്ദർഭത്തിൽ ഇരുന്ന ഉടനെ ഇപ്പുറത്ത് ശബ്ദം വരും. നിസ്കാരത്തിൽ അനാവശ്യമായ വാക്കുകളും സംസാരങ്ങളും നിസ്കാരം തന്നെ ഫസാദായി പോവാനുള്ള കാരണം ആയി തീരും എന്ന് ചുരുക്കം. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മുടെ കൈകളിൽ നിന്നും വരാൻ പാടില്ല. ഇത് വലിയ ഗുണപാഠമാണ്. നിസ്കാരത്തിൻ്റെ ഈ മസ്അല പറയുമ്പോൾ പണ്ഡിതന്മാർ ആവർത്തിച്ചു പറഞ്ഞ ഒരു മസ്അലയാണിത്. ഏത് സന്ദർഭത്തിലായാലും, അത് നിസ്കാരത്തിൽ ഈ ഒരു ഘട്ടത്തിലല്ലാത്ത മറ്റു സന്ദർഭങ്ങളിലായാലും, ഉദാഹരണത്തിന് സുജൂദിന്റെ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു കൈകൾ ശരീരത്തിൽ നിന്നും അകറ്റിവെക്കണം. അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് 2 ഭാഗത്ത് ആളുകൾ ഉണ്ടെങ്കിൽ ഒതുക്കി വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യണം. അതല്ലാതെ ഇതാണ് സുന്നത്ത് എന്ന് പറഞ്ഞ് മറ്റവന് സുജൂദ് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കാതിരിക്കരുത്. ഇത്തരം മസ്അലകൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രയാസമുണ്ടാക്കരുത് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥതകൾ, തടി കൂടുതൽ ഉള്ള ആളുകൾക്ക് ഇരിക്കാൻ കഴിയുകയില്ല. അത്തരം ആളുകൾ അവർക്ക് എങ്ങനെയാണോ സാധിക്കുന്നത്, ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണെങ്കിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് തശഹൂദ് നിർവഹിക്കുക എന്ന് ചുരുക്കം. അതിൻ്റെ പേരിൽ പരസ്പരം ആക്ഷേപിക്കാനോ നിസ്കാരത്തിന് വല്ല കുറവും സംഭവിച്ചു എന്ന് പറയാനോ നമുക്ക് നിർവാഹമില്ല, പാടില്ല എന്ന് ചുരുക്കം. അതുപോലെ സഹോദരങ്ങളെ, മറ്റൊരു ചോദ്യം, 2ാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇരുത്തം ഇരിക്കാറുണ്ടായിരുന്നു. ആദ്യത്തെ റക്അത്ത് പൂർത്തീകരിച്ചു, എന്നിട്ട് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു ഇരുത്തം ഇരിക്കാറുണ്ട്. അത് സ്ഥിരപ്പെട്ടതാണോ? അത് സ്ഥിരപ്പെട്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, വഇദാ റഫഅ റഅസഹു അനി സജ്ദതി സാനിയ, 2ാമത്തെ സുജൂദിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിയാൽ ജലസ, അവിടുന്ന് ഇരിക്കും. ആ ഇരുത്തത്തിന് ഫിഖഹിന്റെ കിതാബുകളിൽ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ള പേര് ജൽസത്തുൽ ഇസ്തിറാഹ, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം. അഥവാ 2ാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ എഴുന്നേൽക്കുക. അപ്പം ആ ഇരുത്തം സ്ഥിരപ്പെട്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുള്ളതാണ്.
അതുപോലെ മറ്റൊരു ചോദ്യം, രണ്ടാമത്തെ റക്അത്തിലേക്ക് എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റത്? കൈപ്പത്തികൾ പരത്തി വെച്ചുകൊണ്ടാണോ അതല്ല മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ടാണോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് ഹദീസുകളിൽ വന്ന വ്യത്യസ്ത വാക്കുകളാണ് ഈ ചർച്ചകൾ വരാനുള്ള കാരണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഇരുന്നു എന്ന് പറഞ്ഞ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ച ആ ഹദീസിൽ നമുക്ക് കാണാം, ജലസ, അവിടുന്ന് ഇരുന്നു, വഅതമദ അലൽ അർളി സുമ്മ ഖാമ, അവിടുന്ന് ഒരു ഇരുത്തം ഇരുന്നു, ഇസ്തിറാഹത്തിന് ഒരു ഇരുത്തം ഇരുന്നു, എന്നിട്ട് ഭൂമിയിലേക്ക് ഊന്നിക്കൊണ്ട് അവിടുന്ന് എഴുന്നേൽക്കുകയുണ്ടായി. വഅതമദ അലൽ അർള്, ഭൂമിയുടെ മേൽ ഊന്നിക്കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. അപ്പം അത് കൈ പരത്തി വെച്ചുകൊണ്ടായിരിക്കാം എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ താബിഈങ്ങളിൽപ്പെട്ട ചിലർ കാണുകയാണ്. അദ്ദേഹം നിസ്കാരത്തിൽ മാവ് കുഴക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ കൈകൾ അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയുണ്ടായി. ഫഖുൽതു, അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഹാദാ യാ അബാ അബ്ദുറഹ്മാൻ, എന്താണിത്, എന്താണ് ഈ രൂപമെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിനു ഫിസ്സലാത്തി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഇതുപോലെ മാവ് കുഴക്കുന്നത് പോലെ ആണ് ഭൂമിയിൽ അവലംബിച്ചുകൊണ്ട് എഴുന്നേറ്റത്. രണ്ട് റിവായത്തുകൾ, രണ്ട് ഹദീസുകൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോൾ യുഅ്ജിനു എന്ന വാക്ക്, മാവ് കുഴക്കുക എന്ന് പറഞ്ഞാൽ പൊതുവെ രണ്ട് രൂപത്തിൽ മാവ് കുഴക്കാം. കൈ പരത്തി വെച്ചുകൊണ്ടും മാവ് കുഴക്കാം. ചില ആളുകൾ, നല്ല നിപുണന്മാരായ ആളുകൾ, മാവിന്മേൽ ഇങ്ങനെ ഇടിച്ചിട്ട് അങ്ങനെ മാവ് കുഴക്കുന്നതായി നമുക്ക് കാണാം. അപ്പം അങ്ങനെയാണ്, അതാണ് ഉദ്ദേശം. മുഷ്ടി ചുരുട്ടി പിടിച്ചാലും പരത്തി വച്ചാലും ഏത് രൂപത്തിലായാലും, പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്, രണ്ട് റിവായത്തുകളിൽ വന്ന വ്യത്യസ്തങ്ങളായ വാക്കുകളിൽ നിന്നാണ് ഈ ചർച്ച വന്നത്. രണ്ടായാലും നിസ്കാരത്തിന് യാതൊരു പ്രശ്നവുമില്ല. ഈ രണ്ട് രൂപത്തിലും നമുക്ക് കൈകൾ അവലംബിച്ചുകൊണ്ട് രണ്ടാമത്തെ റക്അത്തിലേക്ക് അതല്ലെങ്കിൽ അടുത്ത റക്അത്തിലേക്ക് ഉയരാം എന്ന് ചുരുക്കം. അപ്പം ഇതാണ് കഴിഞ്ഞ ദർസിന് ശേഷം സൂചിപ്പിക്കപ്പെട്ട ചില മസ്അലകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വല്ലാഹു അലം. ഇനി സഹോദരങ്ങളെ, കഴിഞ്ഞ ദർസിൽ നമ്മൾ തശഹുദിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അഥവാ 11ാമത്തെ റുക്നായ അത്തശഹുദു ഫിൽ അഖീർ, അവസാനത്തെ തശഹുദ് റുക്നാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്ത ഹദീസാണ് അതിനുള്ള തെളിവായി കിതാബിൽ ഷെയ്ഖ് ഉദ്ധരിച്ചത്. ഖാല, അദ്ദേഹം പറഞ്ഞു, കുന്നാ നഖൂലു ഖബ്ല അൻ യുഫ്റദ അലൈന തശഹുദ്, തശഹുദ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുന്നേ നമ്മൾ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ ഇപ്രകാരമായിരുന്നു പറഞ്ഞിരുന്നത്, അസ്സലാമു അലല്ലാഹി മിൻ ഇബാദി, അസ്സലാമു അലാ ജിബ്രീല വ മീകായിൽ. നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ ഇതുപോലെ സലാമിൻ്റെ വാക്കുകൾ പറഞ്ഞ് പൂർത്തീകരിക്കുക എന്ന ധാരണയിൽ അവർ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ മേൽ സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേലും മീകായിലിൻ്റെ മേലും സലാം. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി കൊടുക്കുകയാണ്. ലാ തഖൂലു അസ്സലാമു അലല്ലാഹി മിൻ ഇബാദി, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിന് സമാധാനം എന്ന് നിങ്ങൾ പറയരുത്. ഫഇന്നല്ലാഹ ഹുവസ്സലാം, തീർച്ചയായും അള്ളാഹുവാണ് അസ്സലാം, അള്ളാഹുവിൻ്റെ മേൽ സലാം ഉണ്ടാവട്ടെ എന്ന് പറയുക യോജിച്ചതല്ല. കാരണം അള്ളാഹുവാണ് അസ്സലാം, അള്ളാഹുവിൻ്റെ നാമമാണ് അസ്സലാം. അസ്സലാം എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ കുറവുകളിൽ നിന്നും മുക്തി നേടിയവൻ, സുരക്ഷിതനായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ മേൽ സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആരുടെ സലാം കിട്ടാനാണ്? അള്ളാഹുവാണ് എല്ലാവർക്കും സലാം നൽകേണ്ടത്. അള്ളാഹു അസ്സലാമാണ്. വലാകിൻ ഖൂലു, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുക, അത്തഹിയ്യാതു ലില്ലാഹി വസ്സലവാതു വത്തയ്യിബാതു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. തശഹുദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ തശഹുദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത രൂപം അദ്ദേഹം പറയുകയുണ്ടായി. എങ്ങനെയായിരുന്നു പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ
അവിടുത്തെ 2 കരങ്ങൾ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തത്. എത്രത്തോളം ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ. ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ റിവായത്ത് നമുക്ക് കാണാം. അഥവാ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്ത് എന്നും നമുക്ക് കാണാം. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു തശഹൂദിൽ ഒരൊറ്റ അത്തഹിയാത്ത് തശഹൂദ് ചൊല്ലിയാൽ മതി. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞു, വ്യത്യസ്തങ്ങളായ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേർക്കരുത്. ഒരു റിവായത്താണെങ്കിൽ അത് മാത്രം ചൊല്ലുക. അതിനിടയിൽ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റേ റിവായത്തിലെ ലഫ്ളുകൾ കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് ചുരുക്കം. അത്തഹിയാത്തിൻ്റെ വിശദീകരണം ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറയുന്നു. എന്താണ് നമ്മൾ ഈ പറയുന്ന അത്തഹിയാത്തിൻ്റെ അർത്ഥം? അത്തഹിയാത്തു വമഅന അത്തഹിയാത്ത്, അത്തഹിയാത്തിൻ്റെ അർത്ഥം എല്ലാ അഭിവാദ്യങ്ങളും എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ജമീഉ തഅദീമാതി ലില്ലാഹി മുൽക്കൻ വസ്തിഹ്ഖാഖൻ. അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ പുകഴ്ത്തലും എല്ലാ പ്രശംസയും എല്ലാ ബഹുമാനവും എല്ലാ ആദരവും എല്ലാ മഹത്വവും അള്ളാഹുവിനുള്ളതാകുന്നു. മുൽക്കൻ വസ്തിഹ്ഖാഖൻ, അള്ളാഹുവിനാണ് അതിന് അധികാരമുള്ളത്, അള്ളാഹുവിന് മാത്രമേ അതിന് അർഹതയും ഉള്ളൂ. മേൽപ്പറഞ്ഞ അർത്ഥത്തിൽ വരുന്ന എല്ലാ അഭിവാദ്യങ്ങൾക്കും അർഹത ആർക്കു മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ ഇതുപോലെ തഹിയ്യത്ത് പറയുന്നത് പോലെ ഒരാളെയും പറയാൻ പാടില്ല എന്ന് ചുരുക്കം. ഷെയ്ഖ് പറയുന്നു, മിസ്ലു, അതിനുള്ള ഉദാഹരണം, അൽ ഇൻഹിനാ വൽ ഖുദൂ വസ്സുജൂദ് വൽ ബഖാ വദ്ദവാം. ഇതെല്ലാം അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്. അൽ ഇൻഹിന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമേ നമ്മുടെ ശിരസ് കുനിക്കാൻ പാടുള്ളൂ, നമ്മുടെ നടു കുനിക്കുക അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമേ പാടുള്ളൂ. വൽ ഖുദൂ, താഴ്മ വിനയം, അത് റബ്ബിൻ്റെ മുന്നിൽ മാത്രമേ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും പാടുള്ളൂ. വസ്സുജൂദ്, സുജൂദ് ചെയ്യുക എന്നത് റബ്ബിന് മാത്രം അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ മുന്നിലല്ലാതെ ഒരാൾക്കും സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല. വൽ ബഖാഇ വദ്ദവാം, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. അവൻ ഹയ്യുൻ ലാ യമൂത്ത്, അവൻ എന്നെന്നും മരിക്കാതെ ജീവിക്കുന്നവനാണ്. ഷെയ്ഖ് പറയുന്നു, വജമീഉ മാ യുഅദ്ദമു ബിഹി റബ്ബുൽ ആലമീൻ ഫഹുവ ലില്ലാഹ്. വജമീഉ മാ യുഅദ്ദമു ബിഹി റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മഹത്വവൽക്കരിക്കപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഫഹുവ ലില്ലാഹ്, ഫഹുവ ലില്ലാഹ്, അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഫമൻ സറഫ മിൻഹു ശൈഅൻ ലിഗൈരില്ലാഹ്, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് മേൽ പറഞ്ഞ രൂപത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട വല്ല കാര്യങ്ങളും നൽകിയാൽ ഫഹുവ മുശ്രിക്കുൻ, അവൻ മുശ്രിക്കാകുന്നു, അവൻ ഷിർക്ക് ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ഇതാണ് സഹോദരങ്ങളെ അത്തഹിയാത്തു എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതാണ് അത്തഹിയാത്തിൻ്റെ അർത്ഥം. എല്ലാ അഭിവാദ്യങ്ങളും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അവകാശപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വതആലക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. അവൻ മാത്രമാണ് അതിന് അർഹതയുള്ളവൻ. അത് വല്ലവർക്കും ആരെങ്കിലും വകവെച്ചു കൊടുത്താൽ അയാൾ ഷിർക്ക് ചെയ്തു എന്ന് ഷെയ്ഖ് ഇവിടെ ഉണർത്തുകയാണ്. അത്തഹിയാത്തു വസ്സലവാത്തു, എന്താണ് അസ്സലവാത്തു എന്ന് പറഞ്ഞാൽ? വസ്സലവാത്തു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആരാധനകളും എന്നാണ് അർത്ഥം പറയാറുള്ളത്. മഅനാഹ, അതിൻ്റെ അർത്ഥം ജമീഉദ് ദഅവാത്ത്, എല്ലാ പ്രാർത്ഥനകളും. വഖീല അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരങ്ങൾ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അഥവാ ആരാധനയായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ റബ്ബിന് മാത്രം അർഹതപ്പെട്ടതാണ് എന്ന് ചുരുക്കം. അപ്പം എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ ആരാധനകളും എല്ലാ പ്രാർത്ഥനകളും 5 നേരത്തെ നിസ്കാരങ്ങളും സർവ ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രമാകുന്നു എന്നാണ് അതിലൂടെ നമ്മൾ പറയുന്നത്. വത്തയ്യിബാത്ത്, അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്ത്. വത്തയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വിശിഷ്ടമായതും. എന്താണ് എല്ലാ വിശിഷ്ടമായതും എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം അല്ലാഹു ത്വയ്യിബുൻ, അല്ലാഹു ത്വയ്യിബൻ, അല്ലാഹു വിശിഷ്ടനാണ്.
ലാ യഖ്ബലു മിനൽ അഖ്വാലി വൽ അഅമാലി ഇല്ലാ തയ്യിബഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതല്ലാത്ത വിശിഷ്ടമല്ലാത്ത ഒരു വാക്കുകളും ഒരു പ്രവൃത്തികളും സ്വീകരിക്കുകയില്ല. സഹോദരങ്ങളെ, അല്ലാഹു തയ്യിബാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. തീർച്ചയായും അല്ലാഹു തയ്യിബാകുന്നു, അവൻ വിശിഷ്ടനാകുന്നു. അഥവാ അവൻ്റെ വാക്കുകളാവട്ടെ, അവൻ്റെ പ്രവൃത്തികളാവട്ടെ, അവൻ്റെ വിശേഷണങ്ങളാവട്ടെ, എല്ലാം വിശിഷ്ടമാണ്. ഒരു ന്യൂനതയോ കുറവോ മോശമോ ഒന്നും ഈ പറഞ്ഞതിലൊന്നും ഇല്ല. അള്ളാഹു എല്ലാ അർത്ഥത്തിലും വിശിഷ്ടനാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശിഷ്ടമായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ നന്മകൾ, നല്ല നല്ല വാക്കുകളാണ് അള്ളാഹുവിന് ഇഷ്ടം. അള്ളാഹു ഇഷ്ടപ്പെട്ടതും അവൻ തൃപ്തിപ്പെട്ടതുമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹു വിശിഷ്ടനാണ്, അതുകൊണ്ട് വിശിഷ്ടമായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതാണ് വത്തയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ അഭിവാദ്യങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ വിശിഷ്ടമായതും ലില്ലാ, അള്ളാഹുവിന് മാത്രമാകുന്നു. വേറെ റിവായത്തിൽ അത്തഹിയാത്തുൽ മുബാറക്കാത്തു എന്ന് വന്നിട്ടുണ്ട്. അൽ മുബാറക്കാത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതമായത്. എല്ലാ അനുഗ്രഹവും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഇതാണ് അത്തഹിയാത്തിൻ്റെ തുടക്കം. അത്തഹിയാത്തിൻ്റെ ആദ്യത്തെ ലഫ്ളുകൾ, അതിൻ്റെ അർത്ഥം ഇതാണ്. അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു എന്ന് പറഞ്ഞാൽ എല്ലാ അഭിവാദ്യങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ വിശിഷ്ടമായതും അള്ളാഹുവിനുള്ളതാകുന്നു, അഥവാ അള്ളാഹുവിന് മാത്രമാകുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബി, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങേക്ക് അള്ളാഹുവിൽ നിന്ന് രക്ഷയുണ്ടാവട്ടെ. വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമുണ്ടാവട്ടെ. വബറകാതുഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ശൈഖ് പറയുന്നു, എന്താണ് ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? തദ്ഉ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സലാമതി വറഹ്മതി വൽബറകതി വറഫ്ഇ ദറജ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ ചില പുരോഹിതന്മാർ പറയാറുള്ളത് പോലെ നിസ്കാരത്തിൽ ഇതാ അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിക്കുന്നു, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇസ്തിഗാഥ ചെയ്യാൻ ഇതാ തെളിവ് കിട്ടി. സഹീഹുൽ ബുഖാരിയിലുണ്ട്, സഹീഹ് മുസ്ലിമിലുണ്ട്, ഹദീസിൻ്റെ കിതാബുകളിലുണ്ട്. അതാണോ അതിൻ്റെ അർത്ഥം? അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, തദ്ഉ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സലാമ. ഒരു മനുഷ്യൻ നീ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? ബിസ്സലാമതി, അള്ളാഹുവെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ രക്ഷ നൽകണേ. വറഹ്മ, കാരുണ്യം നൽകണേ, നിന്റെ കാരുണ്യം ചൊരിയണേ. വൽ ബറകതി, അള്ളാഹുവെ നീ അനുഗ്രഹം ചൊരിയണേ. വറഫ്ഇ ദറജതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവികൾ അള്ളാഹുവെ നീ ഉയർത്തണേ. ഇതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഉണർത്തട്ടെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഈ തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവിനോട് ഓരോ മുസ്ലിമും പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. നേരെ വിപരീതമായി ശിർക്കിന് അനുകൂലമായി ഈ തെളിവ് ഉദ്ധരിക്കുന്ന ആളുകളുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര വ്യക്തതയുള്ള അർത്ഥമുള്ള തശഹുദിൽ തരികിട കാണിക്കുന്ന ആളുകൾ അറബിയിലുള്ള കിതാബുകളിൽ എത്ര തട്ടിപ്പ് കാണിക്കും. ഇത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അയ്യുഹൻ നബിയു എന്ന ഒരു വിളി കേട്ടപ്പോൾ, അല്ലയോ നബിയെ, ഓ നബിയെ എന്ന് കേട്ടപ്പോൾ കിട്ടിപ്പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാഥ ചെയ്യാം എന്ന് പാമരന്മാരായ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് പുരോഹിതന്മാർ. അതുകൊണ്ട് ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള തേട്ടമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള തേട്ടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഷെയ്ഖ് പറയുന്നു, വല്ലദീ യുദ്ആ ലഹു
മാ യുദ്ആ മഅല്ലാഹ്, ആർക്ക് വേണ്ടിയാണോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കപ്പെടുന്നത് ആ വ്യക്തിയോട് അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ പിന്നെ ആ പ്രവാചകനെ നമ്മൾ എങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കും? ഇത് മനുഷ്യന്റെ സാധാരണ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. പ്രമാണങ്ങളിൽ എന്തായാലും തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അവിടുന്ന് പഠിപ്പിക്കുകയില്ല. നോക്കൂ, ഈ തശഹുദിന്റെ തുടക്കത്തിൽ നമ്മൾ കേട്ടില്ലേ, അള്ളാഹുവിന് സലാം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാമിന് വേണ്ടി ചോദിക്കാൻ അവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ആരോട് ചോദിക്കണം? റസൂലിനോടോ അള്ളാഹുവിനോടോ? ആരോട് ചോദിക്കണം? അള്ളാഹുവിനോട് ചോദിക്കണം എന്നതിനുള്ള തെളിവാണിത്. തൗഹീദിനുള്ള തെളിവാണ് തശഹുദ്. സാന്ദർഭികമായി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു തെളിവാണ്. ഷിർക്കിന്റെ ആളുകൾക്കെതിരെയുള്ള തെളിവാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖിന്റെ മനോഹരമായ വിശദീകരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അവിടത്തേക്ക് സലാമത്ത് ലഭിക്കാൻ, അവിടത്തേക്ക് കാരുണ്യം നൽകാൻ, അവിടത്തേക്ക് അനുഗ്രഹം ചൊരിയാൻ, അവിടുത്തെ പദവികൾ ഉയർത്താൻ. പിന്നെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീ പ്രാർത്ഥിക്കും? പിന്നെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യും? ചിന്തിക്കേണ്ട പ്രമാണമാണ്, വാക്കുകളാണ്. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സാലിഹീൻ. തശഹുദിന്റെ ബാക്കിയിൽ നമുക്ക് കാണാം, അസ്സലാമു അലൈന, അല്ലാഹുവേ ഞങ്ങളുടെ മേൽ നിന്റെ രക്ഷയുണ്ടാവണേ, വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, അല്ലാഹുവേ നിന്റെ സാലിഹീങ്ങളായ അടിമകളുടെ മേലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചു. കാരണം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ സ്വന്തത്തേക്കാൾ മറ്റുള്ള എല്ലാവരേക്കാൾ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ശേഷം അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, അള്ളാഹുവേ ഞങ്ങളുടെ മേലും സാലിഹീങ്ങളായ നിന്റെ അടിമകളുടെ മേലും നീ രക്ഷ ചൊരിയണേ, നിന്റെ രക്ഷയുണ്ടാവട്ടെ. ഷെയ്ഖ് പറയുന്നു, തുസല്ലിമു അലാ നഫ്സിക വഅലാ കുല്ലി അബ്ദിൻ സാലിഹിൻ ഫിസ്സമാഇ വൽ അർദ്. നീ നിന്റെ സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അള്ളാഹുവിൻ്റെ എല്ലാ നല്ല അടിമകൾക്ക് വേണ്ടിയും നീ പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ സഹോദരങ്ങളെ പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ പ്രാർത്ഥനയുടെ ഒരു മര്യാദയുണ്ട്. അഥവാ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ നിന്റെ രക്ഷയുണ്ടാവട്ടെ എന്നിട്ടാണ് സാലിഹീങ്ങളായ അടിമകളുടെ കാര്യം പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ കാര്യം പറയണം, എന്നിട്ടാണ് മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടത്. അതൊരു പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ടതാണ്. സൂറത്തുൽ ഹശ്റിന്റെ 10-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അഥവാ സഹാബത്തിന് ശേഷം വന്ന ആളുകൾ, മുഅ്മിനുകൾ, അവർ പറയും, റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയിൽ അള്ളാഹു അറിയിക്കുകയാണ്, അവർ ഇപ്രകാരം പ്രാർത്ഥിക്കും, റബ്ബനഗ്ഫിർ ലനാ, അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണേ, വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് നമ്മേക്കാൾ മുൻകടന്നു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു നൽകണേ. ആദ്യം നമ്മുടെ കാര്യം പറഞ്ഞു, എന്നിട്ടാണ് നമ്മുടെ സഹോദരങ്ങളുടെ കാര്യം പറയുന്നത്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ മുഅ്മിനീങ്ങളോട്, ഈമാനുള്ള ആളുകളോട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാക്കല്ലേ. അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, തീർച്ചയായും നീ ഏറെ ദയയും കാരുണ്യവും ഉള്ളവനാണ്. ഇതൊരു ഉദാഹരണമായി, ഒരു ഗുണപാഠമായി പണ്ഡിതന്മാർ സാന്ദർഭികമായി ഉണർത്തിയ കാര്യമാണ്. സഹോദരങ്ങളെ, ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നു, വസ്സലാമു ദുആഉൻ വസ്സാലിഹൂന യുദ്ആ ലഹും വലാ യുദ്ഔന മഅല്ലാഹ്. നമ്മളിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും സാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടിയും
ചോദിച്ച അസ്സലാം എന്ന വാക്കെന്താണ്? ദുആഉൻ, അത് പ്രാർത്ഥനയാണ്, അത് പ്രാർത്ഥനയാണ്. വസ്സാലിഹൂന യുദ്ആ ലഹും, സാലിഹീങ്ങളെ സംബന്ധിച്ചിടത്തോളം, നല്ലവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം യുദ്ആ ലഹും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. വലാ യുദ്ഔന മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം അവരോട് വിളിച്ചു തേടരുത്, അവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. തശഹൂദിൽ വന്ന വാക്കുകൾ സഹോദരങ്ങളെ നമ്മൾ പരിശോധിച്ചു നോക്കൂ. വഅലാ ഇബാദില്ലാഹി സാലിഹീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, കുല്ല അബ്ദിൻ സാലിഹിൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ സാലിഹീങ്ങൾക്ക് വേണ്ടിയുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിലെല്ലാവരും പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള എല്ലാവരും പെട്ടു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ ചോദിച്ചല്ലോ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ സാലിഹീങ്ങളും അതിൽ ഉൾപ്പെട്ടു. ആകാശലോകത്തുള്ള മലക്കുകൾ എല്ലാവരും ഉൾപ്പെട്ടു, ഭൂമിയിലുള്ള എല്ലാ സാലിഹീങ്ങളും ഉൾപ്പെട്ടു. അവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ സാലിഹീങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അതല്ലാതെ സാലിഹീങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊരു ഖായിദയും കൂടി ഇതിൽ നിന്ന് കിട്ടും. എത്ര വലിയ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളായാലും ശരി, അവർ അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്നവരാണ്, ആവശ്യക്കാരാണ്. അതുകൊണ്ടാണ് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാൻ, സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ്. മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹൂദിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ്. ഖിയാമത്ത് നാൾ വരെ ഓരോ മുസ്ലിമും പ്രാർത്ഥിക്കും, ഓരോ മുസ്ലിമും പ്രാർത്ഥിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി. അതുപോലെ സ്വന്തത്തെ മറക്കാതെ സ്വന്തത്തിനും എല്ലാ സാലിഹീങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സാലിഹീൻ എന്ന് പറഞ്ഞാൽ എല്ലാ സാലിഹീങ്ങൾക്ക് വേണ്ടിയും എല്ലാ നല്ല മനുഷ്യന്മാർക്ക് വേണ്ടിയുമാണ്, എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. എത്ര നന്മകൾ അതുകൊണ്ട് നേടിയെടുക്കാം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ എത്ര മുസ്ലിമീങ്ങളുണ്ട്, എത്ര മുഅ്മിനീങ്ങളുണ്ട്, അവരുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും കാര്യത്തിൽ ഓരോ നന്മകൾ നമുക്ക് കിട്ടും. കോടിക്കണക്കിന് നന്മകളാണ് ലഭിക്കുക. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സാലിഹീൻ എന്ന് പറഞ്ഞാൽ എത്ര നന്മകളാണ് സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുക. തഹിയ്യാത്തിൻ്റെ അർത്ഥം പഠിക്കുന്ന എന്തിനാണ്? സാധാരണ തശഹൂദിൽ ഇരുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ നമ്മൾ കാണുക എപ്പോഴാണ്? സലാം വീട്ടിയാലാണ്. അത്തഹിയ്യാത്ത് എന്ന ഈ തശഹൂദിൽ അതിമഹത്തായ പ്രാർത്ഥന, അതിമഹത്തായ വാചകം നമ്മൾ ഉച്ചരിക്കുന്നു. അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചൊല്ലിയാൽ പ്രാർത്ഥിച്ചാൽ എത്ര മനോഹരമായിരിക്കും. നോക്കൂ, മാത്രമല്ല തൗഹീദിൻ്റെ പാഠം ഇതിൽ ഉൾക്കൊള്ളുന്നു. തൗഹീദിനുള്ള തെളിവാണ് ഈ തശഹൂദ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത് പ്രാർത്ഥിച്ച ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിന് എങ്ങനെയാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രയാസങ്ങൾ പറയാൻ സാധിക്കുക? സലാമത്തും റഹ്മത്തും ബറക്കത്തും എല്ലാം അള്ളാഹുവിനോട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ചോദിക്കാൻ. ആ റസൂലിനോട് എങ്ങനെ നമുക്ക് അനുഗ്രഹം ചൊരിയണേ, നമ്മൾ നോക്കുന്നില്ലേ, നമ്മളെ കാണുന്നില്ലേ, നമുക്ക് കുട്ടിനെ തരുന്നില്ല എന്നെങ്ങനെ പറയാൻ സാധിക്കും? അത് സഹോദരങ്ങളെ വലിയ പാഠമാണ്. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞ ഈ മഹത്തായ ഗുണപാഠം കൂടിയുണ്ട്. സാലിഹീങ്ങൾ, അവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവരോട് ദുആ ചെയ്യാൻ നമുക്ക് പാടുള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ സാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ അങ്ങേയറ്റം നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഓരോ മുസ്ലിമും പ്രാർത്ഥിക്കുകയാണ്, നിന്റെ സാലിഹീങ്ങളായ അടിമകളുടെ മേൽ റബ്ബേ നീ രക്ഷ ചൊരിയണേ. അത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ സഹോദരങ്ങളെ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ സാലിഹീങ്ങളായിരിക്കണം, നമ്മൾ നന്മകളുടെ ആളുകളായിരിക്കണം, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കണം. എന്നാൽ ആ പ്രാർത്ഥനയിൽ നമുക്ക് ഉൾപ്പെടാം, ആ പ്രാർത്ഥനയുടെ ഓഹരി നമുക്കും ലഭിക്കും. നമ്മൾ സാലിഹീങ്ങളല്ലെങ്കിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എങ്ങനെയാണ് ഈ പ്രാർത്ഥനയുടെ ഈ വാചകത്തിൽ നമ്മൾ ഉൾപ്പെടുക? അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണപാഠം കൂടി
തശഹൂദിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു തശഹൂദിന്റെ അവസാനത്തെ വാചകമാണ്. അത്തശഹൂദ് എന്ന പേര് വരാൻ തന്നെ കാരണം ഈ ഷഹാദത്ത് അതിലുള്ളത് കൊണ്ടാണ്. അത്തശഹൂദ് സാക്ഷ്യം അഥവാ ഇസ്ലാം ദീനിന്റെ അടിസ്ഥാനമായ അടിത്തറയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യം ഇതിലുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന്. വഅഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയാകുന്നു, അവൻ്റെ റസൂലാകുന്നു. എന്താണ് ആ പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം? തഷ്ഹദു നീ സാക്ഷ്യം വഹിക്കുകയാണ്, ഷഹാദത്തൽ യഖീനി. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ കേവലം പറയാനുള്ളത് മാത്രമല്ല, ഷഹാദത്ത് പ്രഖ്യാപിക്കണം, അതോടൊപ്പം ഷഹാദത്തിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം, അതുപോലെ യഖീൻ ഉണ്ടായിരിക്കണം, ദൃഢവിശ്വാസമുണ്ടായിരിക്കണം. തശഹൂദിൽ നമ്മൾ ഇത് പറയുമ്പോൾ എന്താണ് ഈ വാചകത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്? യഖീനുള്ള ഷഹാദത്താണ്, അഥവാ ഒരു സംശയവുമില്ലാത്ത, ലവലേശം ശക്കില്ലാത്ത, സംശയമില്ലാത്ത ഷഹാദത്താണ് നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അഥവാ അല്ലാ യുഅബദ ഫിൽ അർളി വലാ ഫിസ് സമാഇ ബിഹഖിൻ ഇല്ലല്ലാഹ് ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ആരാധിക്കപ്പെടാൻ അർഹതയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമാണ് ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ആരാധനക്ക് അർഹതയില്ല എന്നാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകുക? സഹോദരങ്ങളെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആകാശങ്ങളിലോ ഭൂമിയിലോ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ആരാധനക്കർഹതയില്ല എന്നത് യഖീനുള്ള ഷഹാദത്തായി കൊണ്ട് നീ പ്രഖ്യാപിക്കുകയാണ്. അഥവാ നമ്മൾ ഓരോരുത്തരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലോടുകൂടി ഇതാണ് പ്രഖ്യാപിക്കുന്നത്, അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ആരാധനക്കർഹതയില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. വശഹാദത്തു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വശഹാദത്തു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ റസൂലുമാകുന്നു എന്ന സാക്ഷ്യം. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ വാക്ക് ഒരാൾ പറയലോടുകൂടി എന്താണ് പ്രഖ്യാപിക്കുന്നത്? അബ്ദുൻ ലാ യുഅബദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദാകുന്നു, അള്ളാഹുവിൻ്റെ അടിമയാകുന്നു. ലാ യുഅബദ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കപ്പെടാൻ പാടില്ല, അഥവാ അവിടുത്തേക്ക് ആരാധനയുടെ ഒരു അംശവും നൽകാൻ പാടില്ല എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. വറസൂലുൻ ലാ യുകദ്ദബ്, അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാകുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു. ലാ യുകദ്ദബ്, അവിടുത്തെ കളവാക്കാൻ ധിക്കരിക്കാൻ പാടില്ല. രണ്ട് അടിസ്ഥാനമാണ് ഷഹാദത്തു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നതിലൂടെ നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദാൻ, അള്ളാഹുവിൻ്റെ അടിമയാണ്. അതുകൊണ്ട് തന്നെ ഒരടിമ മറ്റൊരടിമയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാനോ അവിടുത്തോട് ഇസ്തിഗാഥ ചെയ്യാനോ അവിടുത്തേക്ക് ആരാധനകൾ സമർപ്പിക്കാനോ പാടുള്ളതല്ല. അതോടൊപ്പം അവിടുന്ന് റസൂലാണ്, പ്രവാചകനാണ്, അള്ളാഹു നമ്മിലേക്ക് അയച്ച അള്ളാഹുവിൻ്റെ ദൂതനാണ്. ലാ യുകദ്ദബ്, അവിടുത്തെ കളവാക്കാനോ അവിടുത്തെ നിഷേധിക്കാനോ അവിടുത്തെ ധിക്കരിക്കാനോ പാടില്ല. ബൽ മറിച്ച് യുതാഉ വയുത്തബ, അവിടുത്തെ അനുസരിക്കണം, അവിടുത്തെ പിൻപറ്റണം. അവിടുത്തെ അനുസരിക്കുകയും അവിടുത്തെ പിൻപറ്റുകയും വേണം. ശറഫഹുല്ലാഹു ബിൽ ഉബൂദിയ്യതി വർ-റിസാല, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നും അള്ളാഹു അവിടുത്തേക്ക് റിസാലത്ത് നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആദരിച്ചിരിക്കുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു രണ്ട് കാര്യങ്ങളാൽ ആദരിച്ചിരിക്കുന്നു.
അവിടത്തേക്ക് സ്ഥാനം നൽകിയിരിക്കുന്നു. ഒന്ന് അൽ ഉബൂദിയ്യ, അവിടുന്ന് അള്ളാഹുവിൻ്റെ അടിമയാണ്. അള്ളാഹുവിൻ്റെ അടിമയാവുക എന്ന് പറഞ്ഞാൽ അതിമഹത്തായ കാര്യമാണ്. ഒരാൾ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയുന്നത് വലിയ പ്രതാപമുള്ള അന്തസ്സുള്ള കാര്യമാണ്. കാരണം അള്ളാഹു അവൻ സർവ്വലോകങ്ങളുടെയും റബ്ബാൻ, അവൻ രാജാതിരാജനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാൻ, എല്ലാറ്റിൻ്റെയും നിയന്താവാൻ, എല്ലാവരെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാൻ. ആ റബ്ബിൻ്റെ അടിമയാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു സ്ഥാനം മറ്റൊന്നില്ല. എന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ അടിമയാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം നിന്ദ്യതയാണ്. സൃഷ്ടികളുടെ അടിമ, മനുഷ്യന്മാരുടെ അടിമ, കല്ലുകളുടെ, മരങ്ങളുടെ, ബിംബങ്ങളുടെ, വിഗ്രഹങ്ങളുടെ അടിമ, അതിനെ സുജൂദ് ചെയ്യുന്നവൻ, അതിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അപമാനം മറ്റൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഉബൂദിയത്ത് കൊണ്ട് അഥവാ അടിമത്വം കൊണ്ട് ആദരിച്ചിരിക്കുന്നു. വർ-റിസാല, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു റിസാലത്തും നൽകിയിരിക്കുന്നു. അഥവാ നുബൂവത്ത്, പ്രവാചകത്വം, അവിടുത്തെ അള്ളാഹു പ്രവാചകനാക്കിയിരിക്കുന്നു. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ ആയത്താണ്. തബാറക്കല്ലദി നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹപൂർണനായിരിക്കുന്നു. അള്ളാഹു അവൻ അൽ ഫുർഖാൻ, സത്യവും അസത്യവും വിവേചിക്കുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അവൻ്റെ അടിമയുടെ മേൽ ഇറക്കിയിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു. ആ റസൂൽ, ആ പ്രവാചകൻ ലോകർക്ക് താക്കീത് ചെയ്യുന്ന ആളായി തീരാൻ വേണ്ടി ഇവിടെ അള്ളാഹു അലാ അബ്ദിഹി എന്നാണ് പ്രയോഗിച്ചത്. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് പറയുമ്പോൾ അലാ അബ്ദിഹി, അടിമ എന്ന വാക്കാണ് പ്രയോഗിച്ചത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നല്ല വാക്കാണ് അത്തരം സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുക. അവിടെ പ്രയോഗിച്ചത് അടിമ എന്ന വാക്കാണ്. അത് അങ്ങേയറ്റം ആദരവുള്ള വാക്കാണ്, ആദരവുള്ള പ്രയോഗമാണ്, ആദരവുള്ള സ്ഥാനമാണ് എന്നത് അതിനുള്ള തെളിവാണ്. ഇതാണ് സഹോദരങ്ങളെ തശഹുദ്. തശഹുദിൻ്റെ ചെറു വിശദീകരണമാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ സൂചിപ്പിച്ചത്. ഇതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒരുപാട് ഗുണപാഠങ്ങൾ ഈ തശഹുദിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ അർത്ഥം കടന്നു വരികയും വേണം. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ അയ്യുഹൻ നബിയു എന്ന വാക്ക് യഥാർത്ഥത്തിൽ തൗഹീദിനുള്ള തെളിവാണ്. പക്ഷേ അത് ഷിർക്കിനുള്ള തെളിവാക്കാൻ പണ്ഡിത പുരോഹിതന്മാർ എക്കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ തൗഹീദ് കൊണ്ട് ഗണ്ണിക്കാൻ ഉള്ള തെളിവാണ് അത്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിൻ്റെ അർത്ഥം, അതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന കാര്യം, അതെല്ലാം ഈ തശഹുദിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ, സഹായിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ദർസോടുകൂടി ഈ റിസാല, ഈ ഗ്രന്ഥം തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കുമാറാവട്ടെ. മരണം വരെ അവൻ്റെ ദീൻ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.